സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ, അതായത് വേടൻ എന്ന് പറയുന്നൊരു കലാകാരൻ. ഞാൻ ഒരു ചോദ്യം ആദ്യമേ ചോദിക്കാം. വേടൻ എന്ന് പറയുന്നൊരു കലാകാരൻ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേടൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഉണ്ടാവുമോ? വേടൻ എല്ലാം കൊണ്ടും തകർന്നു പോയിരിക്കുകയല്ലേ ഇപ്പോൾ. ഒരു പെണ്ണ് വിഷയം വന്നു, മുൻപത്തെ മീറ്റു ആരോപണ കേസുകൾ വന്നു, പിന്നീട് അലിഗേഷൻ ആയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന കഞ്ചാവ് കേസ് വന്നു, കഞ്ചാവ് വേട്ടയിൽ വേടനെ പിടിച്ചു. പിന്നീട് അതിന് ശേഷം വീണ്ടും യുവ ഡോക്ടർ എന്ന് പറയുന്ന പുതിയ ആളുകൾ രംഗത്തേക്ക് വന്നു. ഇതെല്ലാം കൊണ്ട് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന് കിട്ടിയൊരു സ്വീകാര്യത അത് നല്ല രീതിയിൽ ഇടിഞ്ഞു പോയിട്ടില്ലേ? വേടനെ അംഗീകരിക്കുന്ന, വേടനെ സ്നേഹിച്ചിരുന്ന ജനങ്ങൾ പോലും വേടനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ വേടനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു സമയമല്ലേ വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ പല വീഡിയോകളും നോക്കുകയായിരുന്നു. ആ വീഡിയോയിലൊക്കെ പറയുന്നത് വേടന്റെ കാലം കഴിഞ്ഞു, ഇനി വേടനെ ആർക്കും വേണ്ട എന്നൊക്കെയാണ് പല കമന്റുകളിലും പല ആളുകളും ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അത് കൂടുതലും സംസാരിക്കുന്നത് സംഘമിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് വേടനെ ഇനി ആരും സ്നേഹിക്കാൻ പോകുന്നില്ല, വേടന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി വേടന് കിട്ടാൻ പോകുന്ന ഒരു അംഗീകാരം അത് വേടന് ഒരു കലാകാരൻ എന്ന നിലയിലോ, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹി എന്ന നിലയിലോ, അല്ലെങ്കിൽ ജാതിക്കെതിരെ സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിലോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പാട്ട് പാടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമായിരിക്കും, അത് കഞ്ചാവ് വലിക്കുന്ന ആളുകളായിരിക്കും വേടനെ അംഗീകരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര പരിപാടിയുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മുത്തായിട്ടുള്ള വേടൻ പോയിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? ദുബൈയിലാണ്. ദുബൈയിൽ വേട്ട എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വേടനും ഗബ്രിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വേടൻ പോയിട്ട് അവിടെ എന്താണ് നടന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അതായത് കുറേ ആളുകൾ ലൈവായിട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചാനൽ, ദി ജേർണലിസ്റ്റ് എന്ന് പറയുന്നൊരു ചാനലിൽ അവർ പറയുന്നത് ദുബായ് മെഗാ ഇവന്റ് വേടൻ പറക്കുന്നു, ഇനി ഇന്റർനാഷണൽ കളികൾ തകർന്നടിഞ്ഞ് എതിരാളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ പറ്റിയും ചർച്ച ചെയ്യാം. അതിന് മുൻപ് വേടനെതിരെ സംസാരിച്ചവരെ പറ്റി ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്കറിയാം ഷൈനി മധുസൂദനൻ, അല്ലെങ്കിൽ ഷിനി മധുസൂദനൻ, പിന്നെ അതോടൊപ്പം തന്നെ ലസിത പാലയ്ക്കൽ, പിന്നെ അതിനോടൊപ്പം തന്നെ ശീതളിസം എന്ന് പറയുന്നൊരു ചാനൽ, ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ ഫസൽ കാരട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഘി പുത്രന്മാരും സംഘി പുത്രികളും, അല്ലെങ്കിൽ ഭാരതപുത്രന്മാരും ഭാരതപുത്രികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് വേടന്റെ അമ്മയെയും വേടന്റെ അച്ഛനെയും വേടന്റെ പെണ്ണിനെയും എല്ലാം വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെയൊക്കെ വാക്കുകളിൽ വേടൻ ഇനി ഇല്ല, വേടൻ തീർന്നു, വേടന്റെ കാലം കഴിഞ്ഞു, എൻഡ് ഓഫ് ആൻ ഇറ എന്നൊക്കെ പറയുന്നത് പോലെ വേടൻ എന്ന് പറയുന്ന ഒരു ഇറ അത് അവിടെ അവസാനിച്ചിരിക്കുകയാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചത്. എന്നാൽ വേട്ട അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരു വലിയൊരു വേട്ടക്കാരനായിട്ട് തന്നെയാണ് വേടൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ഡയലോഗ് അറിയാം. അതായത് വേട്ട അവസാനിപ്പിച്ചു എന്ന് തോന്നിപ്പിച്ചിട്ട് വീണ്ടും ഇര തേടി ഇറങ്ങുന്ന ആളുകളാണ് ശരിക്കുള്ള വേട്ടക്കാരന്മാർ. അല്ലെങ്കിൽ അതിനേക്കാളും പഞ്ചായത്താണ് ആ ഡയലോഗ് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഉള്ള ഡയലോഗായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ വന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ശരിക്കുമുള്ളൊരു വേട്ടക്കാരൻ തന്നെയാണ് വേടൻ എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വേട്ടക്കാരൻ ഇപ്പോൾ ദുബൈയിൽ പോയിട്ട് അയാളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മളവിടെ കാണാനിടയുണ്ട്, അതല്ല അയാളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ആ വീഡിയോയിൽ എന്താണ് പറയുന്നത്, ദി ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വേടൻ ഒരു ഗംഭീര മനുഷ്യനാണ്. ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഭംഗിയുള്ള കാഴ്ച. വേടൻ പറയാണ്, RSSന്റെ വേദിയിൽ നീർനിലങ്ങളിൽ ഉടമയാർ പാടാൻ എനിക്ക് പറ്റും, RSS എന്ന് വിളിക്കട്ടെ എന്നാണ് വേടന്റെ വേട്ട. വേടന് സംഘപരിവാർ വിരോധമുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. അതായത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളുടെ പാട്ടുകളിൽ, ഞാൻ പാടാനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞ് വേടൻ തുറന്നു പറയുന്ന തെറിവാക്ക് അത് പല സവർണന്മാരുടെയും ചെവിക്കല്ല് പൊളിച്ചിട്ടുണ്ട്. ഇവിടെ മുകേഷ് കേസിൽപ്പെട്ട സമയത്ത് അയാളെ MLA സ്ഥാനത്ത് നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയിരുന്നു? അയാളുടെ സിനിമകൾ ആരെങ്കിലും തടഞ്ഞിരുന്നു? ഇല്ലല്ലോ. വേടന്റെ കാര്യം വരുമ്പോൾ മാത്രം അവൻ പീഡകനാണ്, കഞ്ചാവാണ്, മയക്കുമരുന്നാണ്, അവനൊരു സ്റ്റേജിൽ പോലും പങ്കെടുക്കരുത്. ചേട്ടാ, റാപ്പർ വേടന്റെ ഒരു അത്യുഗ്രൻ തിരിച്ചുവരവ് ഇനി നടക്കാൻ പോവുകയാണ്. അടിച്ചവർക്കെല്ലാം തിരിച്ചടിയായിട്ട് വേടന്റെ അന്താരാഷ്ട്ര പ്രോഗ്രാം ഇതാ വരാൻ പോകുന്നു. ദുബൈയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ എന്താണ് ഈ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ വേടന്റെ ഒരു യാത്രയെ പറ്റി ചേട്ടന് പറയാനുള്ളത്? വേടൻ ഒരു ഗംഭീര മനുഷ്യനാണ്, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം നിരന്തരമായി വളഞ്ഞിട്ട് ആക്രമണങ്ങൾ നേരിട്ടിട്ടും ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഭംഗിയുള്ള കാഴ്ച. ഞാൻ അങ്ങനെ പറയാൻ കാരണം വേടനെ സകലരും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു, നല്ല രീതിയിൽ ആക്രമിക്കുകയായിരുന്നു. അതിൽ മുൻപന്തിയിൽ നിന്നത് സംഘപരിവാറുകാർ തന്നെയാണ്. കാരണം വേടന് സംഘപരിവാർ വിരോധമുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. അതായത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളുടെ പാട്ടുകളിൽ, ഞാൻ പാടാനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞ് വേടൻ തുടർന്ന് പറയുന്ന തെറിവാക്ക് അത് പല സവർണന്മാരുടെയും ചെവിക്കല്ല് പൊളിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ജീവനോടെ സവർണ തമ്പ്രാക്കളായിട്ടിരിക്കുമ്പോൾ, അതോ ഈ ബ്രാഹ്മണനായി ജീവിക്കാൻ കഴിയാത്തതിൽ വിഷമമുള്ള ചില സവർണ തമ്പ്രാക്കന്മാരുണ്ടല്ലോ, ഇവന്മാര് ഞങ്ങളിവിടെ ഉള്ളപ്പോൾ നീ ഇതിനെയൊക്കെ ചീത്ത വിളിക്കുമല്ലടാ എന്ന മട്ടിൽ അടിക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ്
കഞ്ചാവ് കേസ്, പെണ്ണ് കേസ് എന്നൊക്കെ പറഞ്ഞ കേസുകൾ വന്നു. ഇപ്പോൾ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കോടതിയാണ് അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും വേടൻ നടത്തുന്ന പോരാട്ടം അത് ഭംഗിയുള്ളൊരു പോരാട്ടം. അത് അയാൾ തന്നെ ആക്രമിക്കുന്നവർക്ക്, സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നവർക്ക്, തനിക്ക് അവസരം നിഷേധിക്കുന്നവർക്ക് മുന്നിലൊക്കെ പോയി ഇരക്കാനോ തല കുനിച്ചു നിൽക്കാനോ എന്നെ പരിഗണിക്കണമെന്ന് പറയാനോ ഒന്നുമല്ല. അയാൾ ഗംഭീരമായിട്ട് തൻ്റെ കലാസൃഷ്ടികളിലൂടെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. ആ തിരിച്ചുള്ള റിയാക്ട് ചെയ്യുന്നത് തന്നെയാണ് വളരെ ഭംഗിയുള്ള രീതിയിൽ കലയെ ഉപയോഗിച്ച് തന്റെ സ്വതസിദ്ധമായ. കണ്ടില്ലേ, ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ സംഘികൾ തന്നെയാണ്. സംഘികളാണ് വേടനെതിരെ കളിച്ചതെന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവ് എല്ലാ ആളുകൾക്കും പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ഇപ്പോൾ അതെല്ലാ ആളുകളും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ പറയുന്നുണ്ടെന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ആരാണ് വേടനെതിരെ കളിച്ചത്? ആരാണ് വേടനെ കൊടുക്കാൻ ശ്രമിച്ചത്? ആരാണ് വേടനെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? ആരാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ ഉള്ളിലുള്ള കലയെ വലിച്ചു കയറി പുറത്തിട്ട് വെള്ളമൊഴിച്ച് ആ തീ കെടുത്താൻ ശ്രമിച്ചത്? അതെല്ലാം സംഘികളാണെന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും, ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിലെല്ലാം സംഘികളുടെ വലിയ രീതിയിലുള്ള മെഴുകലുകളുണ്ട്. വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? വേടൻ്റെ രാഷ്ട്രീയത്തെ പറ്റി ചോദിക്കുമ്പോൾ വേടന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയുണ്ട്. എൻ്റെ രാഷ്ട്രീയം ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. അതായത് അത് കമ്മ്യൂണിസ്റ്റോ BJPയോ അല്ലെങ്കിൽ മറ്റുള്ള ആം ആദ്മിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അനുബന്ധ പാർട്ടികളോ ഒന്നുമല്ല. അത് സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അംബേദ്കറുടെ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. അതായത് അസമത്വങ്ങൾക്കെതിരെ പ്രതികരിക്കുക. സമത്വവാദിയാണ് ഞാൻ. സമത്വം ഇവിടെ വേണം. ആ സമത്വത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഞാനെന്നാണ് വേടൻ പറയുന്നത്. അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു കലാകാരനായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനായിട്ടുള്ള വേടൻ ആഗ്രഹിക്കുന്നതെന്നാണ് വേടൻ പറഞ്ഞത്. അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. വേടൻ എന്താണ് ദുബൈയിൽ പോയപ്പോൾ കാണിച്ചതെന്നും ഈ വേടൻ ഇനിയില്ല, വേടൻ്റെ അവസാനമാണ്. വേടനെ പെണ്ണ് വിഷയത്തിലും മറ്റ് അനുബന്ധ വിഷയങ്ങളിലും എല്ലാം കുടുക്കിയപ്പോൾ വേടൻ്റെ ആ ഒരു കലയും വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അവിടം കൊണ്ട് അങ്ങ് ഒതുങ്ങി തീർന്നു എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ അണ്ണാക്കിലല്ല അന്നനാളത്തിലേക്ക് ഡയറക്റ്റ്ലി പോയി വീഴുന്ന വൻ മറുപടികൾ തന്നെയാണ് വേടൻ്റെ ആ പാട്ടുകളിൽ അല്ലെങ്കിൽ ദുബൈയിൽ പോയപ്പോഴും വേടൻ കാണിച്ചത്. ഇതിനെനിക്ക് BJPയോടും മറ്റ് സംഘപരിവാറിൻ്റെ അനുബന്ധ പ്രവർത്തകരോടുമെല്ലാം അങ്ങ് അകമഴിഞ്ഞ വലിയ രീതിയിലുള്ള നന്ദിയുണ്ട്. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളുടെയും നന്ദിയും നിർവാജ്യമായ കൂറും ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം വേടനെ അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തിയതിന്, വേടനെ ഒരു വൻ മരമാക്കി നിങ്ങൾ വളമിട്ട് കൊടുത്തതിന് എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ വർഗീയത പറഞ്ഞപ്പോൾ, ജാതീയത പറഞ്ഞപ്പോൾ, ഈ ജനസമൂഹങ്ങൾക്കിടയിൽ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ സ്പർദ്ധ പരത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങൾ പറയുന്നതല്ല സത്യം, വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലായ ഒരു കൂട്ടം ആളുകളാണ് വേടനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ വേടൻ്റെ ആ പരിപാടി നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്റ്റേജൊക്കെ ഇളക്കി മറിച്ച വേടൻ്റെ വേട്ടയാണ് നമ്മളവിടെ കാണുന്നത്. ആ വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വണക്കം ദുബായ്, എന്താ വിശേഷങ്ങൾ? സുഖമെല്ലാവർക്കും? താങ്ക് യു സോ മച്ച്. വലിയ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്രയും വലിയൊരു ഓപ്പൺ സ്റ്റേജിൽ ഇത്രയധികം ആൾക്കാരുടെ മുന്നിൽ. താങ്ക് യു സോ മച്ച്. നമുക്ക് പതുക്കെ തുടങ്ങാം. ഋഷിയെ മക്കളെ, പനിയാണ് മക്കളെ. പനി എന്ന് പറഞ്ഞാലേ 102 ഡിഗ്രി പനി. പണ്ടാറോടെ ഇപ്പൊ ആണല്ലേ? പക്ഷെ പനിയൊന്നും പ്രശ്നമില്ല. ഓക്കെ, പനിയൊന്നും ഒരു പ്രശ്നമല്ല. കോൺക്രീറ്റ് വനത്തിലോരത്തില് നവീന അടിമകൾ വാടും നരകം പോലൊരു ഇടത്തില്. എന്നെ പെറ്റല്ലോ കല്ല് പോലൊരുത്തി. അവളെ ജാഫ്നയിൽ നിന്നാണ് തുരത്തി. അവളെ മുതുരത്തിൽ നിന്ന് മുറിവെടുത്തത് പരിധിയല്ലോ എനിക്ക്. അച്ഛോ ഏതു തേവയില്ല ഓട്ടിട്ടാ ഋഷേ കടല് നീരിനുപ്പിൽ പിറന്നോരേ എന്റാടാ മോനെ, ഞാൻ ആ കൈ കാണിച്ചത് രോമാഞ്ചം എന്ന് പറയുന്നൊരു സാധനം. എൻ്റെ രോമമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എത്ര കൽത്തുറുങ്കുകളിൽ അടയ്ക്കാൻ ശ്രമിച്ചാലും ആ ഒരു മനുഷ്യൻ ഇനിയും അത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളതിൻ്റെ പൂർണ്ണ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. എത്രയൊക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഒളിയമ്പുകൾ എറിഞ്ഞാലും ആ വേടൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ
കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ആ സാധാരണ ജനങ്ങൾ തന്നെയാണ് വേടനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദുബൈയിൽ പോയപ്പോൾ വേടന്റെ പരിപാടി കാണാനായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറയുമെന്നാണോ കേരളത്തിലെ സംഘികളെ നീയൊക്കെ വിചാരിച്ചത്? ഒരിടത്തും വേടന്റെ പരിപാടി കാണാനായിട്ട് ഈ വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകളൊന്നും അല്ല വന്നിട്ടുള്ളത്. അത് കൗണ്ട്ലെസ് ആണ്. നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വരവാണ്. ഈ സുനാമിയൊക്കെ എന്ന് പറയത്തില്ലേ, സുനാമിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വരുന്നതാണ്, ഒരിക്കലുമല്ല. എന്ന് പറയുന്നത് പോലെയുള്ള വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു ചിന്താഗതി അല്ലെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് കലാരംഗത്ത് വേടൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് റാപ്പ് എന്ന് പറയുന്നൊരു കലാരംഗത്ത് വേടൻ തന്നെയാണ് കൊണ്ടുവന്നെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് വലിയ ഗായകന്മാരൊക്കെ ഉണ്ടല്ലേ, നമുക്കറിയാം ഫെജോ ഉണ്ട്, അതേപോലെ തന്നെ അനുബന്ധ മറ്റ് കലാകാരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും കിട്ടാത്തൊരു സ്വീകാര്യത എന്തുകൊണ്ട് വേടന് കിട്ടുന്നു? വേടൻ ചിലത് പറയുന്നുണ്ട്, ചിലത് സംസാരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ചിലതൊക്കെ വേടൻ ചെയ്യുന്നുണ്ട്. എന്താണ് വേടൻ ചെയ്യുന്നത്? കുറച്ച് ചാരിറ്റി അങ്ങനത്തെ പരിപാടി അല്ല വേടൻ ചെയ്യുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളും അടിച്ചമർത്തലുകളും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ കലാരൂപമായിട്ടുള്ള ഒരു റാപ്പിനെ വേടൻ കണ്ടെത്തുന്നുണ്ട്. ആ റാപ്പിനെ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് വേടൻ ആ റാപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന, ഇന്നലകളിൽ നിലനിന്നിരുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്നത്. ഒരു യുഗപുരുഷൻ അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേര് ചേർത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു കലാകാരൻ തന്നെയാണ് വേടൻ. ഒരു കല ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളും നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് ആ ഒരു ജീവിതത്തിൽ അല്ലെ ആ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരേ പാട്ട് കൊണ്ട് എത്ര നാൾ സർവൈവ് ചെയ്ത് പോകാൻ സാധിക്കും? ഒരേ പാട്ട് കൊണ്ട് തന്നെ സർവൈവ് ചെയ്ത് പോകാൻ സാധിക്കുമെന്നുള്ളത് വേടൻ കാണിച്ചു തരികയാണ്. അതൊരു പാട്ട് മാത്രം വരുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകുന്ന ആളുകൾ എത്ര പേരുണ്ട് ഉള്ളത് പറയാലോ. എനിക്കൊരു 5 അല്ലെ 6 തവണ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആവർത്തന വിരസത ഉണ്ടാവും. എന്നാൽ വേടന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കത് ഉണ്ടാവുന്നില്ല. കാരണം ആ വേടൻ മേല് സംഘികൾ കാണിക്കുന്ന കുരു പൊട്ടി ഒലിക്കുന്ന പ്രവർത്തികൾ തന്നെയാണ്. വേടനെ അടിച്ചമർത്താൻ ശ്രമിച്ച വേടന്റെ മാതൃത്വത്തിനെയും പിതൃത്വത്തിനെയും എല്ലാം അവഹേളിച്ച സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെ സ്ത്രീകളെന്ന് വിളിക്കാൻ സാധിക്കത്തില്ല, മറ്റെന്തെങ്കിലുമൊക്കെ പേര് വിളിക്കണം. വേടൻ പബ്ലിക് ടോയ്ലറ്റിൽ നിന്നുണ്ടായവനാണെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്. ഇവളൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പോലും ഉത്തരം തരാൻ സാധിക്കത്തില്ല. കാരണം അവൾക്ക് പോലും അറിയില്ല അവൾ എങ്ങനെ ഉണ്ടായെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികളുള്ള, വൃത്തികെട്ട മ്ലേച്ഛകരമായിട്ടുള്ള പ്രവർത്തികളുള്ള പലതന്തയ്ക്ക് പറഞ്ഞ ആളുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾക്കെതിരെ തന്നെയാണ് വേട ശബ്ദം ഉയർത്തുന്നത്. അതിന് റാപ്പാണ് ഒരു ഉപകരണമെങ്കിൽ ആ റാപ്പ് തന്നെ വേട ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയമില്ല. വേടൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പം നമുക്ക് വേടന്റെ ആ ഒരു പരിപാടിയിലെ ബാക്കിയുള്ള വീഡിയോ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. 3 പാട്ട് കൂടിയുള്ള പാടാൻ പറ്റുമോ? പാടാനുള്ള ആരോഗ്യം അപ്പൊ നമ്മളെന്താ ചെയ്യാ? നമ്മളെന്താ ചെയ്യാ? നമ്മൾ പാടും. കണ്ടില്ലേ, വേടന് നല്ല പനിയുണ്ട്. ആ സമയത്ത് ആശുപത്രിയിൽ നിന്ന് നേരെ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അയാളുടെ ഉള്ളിലുള്ള ഒരു കല, അയാളുടെ ഉള്ളിലുള്ള ഒരു അഭിനിവേശം, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയും അസമത്വത്തിനെതിരെയും എല്ലാം സംസാരിക്കണമെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പണം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ മറ്റ് പല മാർഗ്ഗങ്ങളും വേടന് സ്വീകരിക്കാം. വേടൻ ഇപ്പോൾ തന്നെ ഫേമസ് ആണ്. ഇനി വേടന് പാട്ട് സ്റ്റേജ് ഷോകൾ ചെയ്യണമെന്നില്ല. വേടൻ്റെ ഒരു പേര് വന്നാൽ തന്നെ അവിടെ ജനങ്ങൾ കൂടുമെന്നുള്ളൊരു കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളൊരു വേടന് ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടെത്തിയൊരു മാർഗ്ഗമാണോ റാപ്പ്? ഒരിക്കലുമല്ല. വേടൻ പറയുന്നത് പോലെ ഇവിടെ നിലനിൽക്കുന്ന അടിച്ചമർത്തലുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പെട്ടെന്നൊന്നും ഒരാൾ വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. അത് പലതവണയുള്ള മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നതിൽ കൂടി, കഴിഞ്ഞ ദിവസം മീനാക്ഷി പറഞ്ഞതുപോലെ പഠന സമയങ്ങളിൽ തന്നെ അൺടച്ചബിൾസ് അല്ലെങ്കിൽ അകറ്റി നിർത്തേണ്ടവർ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ എന്നുള്ളൊരു ആ വിഭാഗത്തിനെ പറ്റി പഠിക്കണം. അത് പഠിക്കേണ്ടത് ആരവരെ അങ്ങനെ ആക്കി എന്നാണ് പഠിക്കേണ്ടത്, അല്ലാതെ അവരെങ്ങനെ അങ്ങനെ ആയി എന്നല്ല പഠിക്കേണ്ടത്. ആരങ്ങനെ ആക്കി എന്ന് പഠിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഞാൻ സവർണനാണ്, അല്ലെങ്കിൽ ഞാൻ ഉന്നത കുല ജാതനാണ്, ഞാൻ അവർണനാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ മനോഭാവങ്ങളും അവരുടെ അന്നത്തെ കൈയടത്തലുകളും എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും.
അപ്പോൾ ഇങ്ങനെയുള്ള ജാതി ചങ്ങലകളെ അല്ലെങ്കിൽ ജാതി പൂച്ചയ്ക്ക് മണി കിട്ടാൻ വന്നവനാണ് വേടൻ എന്ന് വേടൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വേടനെ പിന്തുണയ്ക്കുകയല്ലാതെ നമ്മൾ പിന്നെ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത്? അടിച്ചു കയറി വാടാ മോനെ. വേടൻ്റെ ആ ഒരു പരിപാടി കാണുമ്പോൾ തന്നെയും എത്രയോ അടിമച്ചങ്ങലകൾ ഭേദിച്ചുകൊണ്ടാണ് വേടൻ മുന്നിലേക്ക് വരുന്നത് അല്ലേ? എത്രയോ അടിച്ചമർത്തലുകൾ ഭേദിച്ചുകൊണ്ടാണ് വേടൻ വരുന്നത്. ഇനിയും ആ വേടൻ്റെ ഉള്ളിലുള്ള തീ ഒരു തരി പോലും അണയാതെ ആളി കത്തുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് വേടന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ ഞാനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.